കുറച്ച് മുന്നേ നമ്മുടെ ഡേഞ്ചറസ് ഫിറോസ് ഖാൻ്റെ നമ്മുടെ സീസൺ 3-ലെ DFKയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. പുള്ളി പറയുന്നത് ഒരു മത്സരാർത്ഥി എങ്ങനെയാകരുത് എന്നതിൻ്റെ ഉദാഹരണമൊക്കെയാണ് ജാസ്മിൻ. പക്ഷേ ഇതൊരു ബിസിനസ്സാണ്. ഈ ബിസിനസ്സിൽ ഏറ്റവും അധികം ചർച്ചയായത് ജാസ്മിൻ്റെ പേരാണ്. ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ കൊടുത്തത് ജാസ്മിനാണ്. സീസൺ 6-ൽ ജാസ്മിൻ ഇല്ലെങ്കിൽ പിന്നെ ആരുമില്ല. അത്രയും വലിയ കണ്ടന്റ് കൊടുത്ത ഒരാളാണ് ജാസ്മിൻ. അതുകൊണ്ട് സീസണിൽ ജാസ്മിൻ ജയിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്കും തോന്നുന്നതെന്ന് പുള്ളി ഇങ്ങനെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പുള്ളി പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാണ്. സീസൺ 6-ൽ ഏറ്റവും അധികം കോണ്ടന്റുകൾ കൊടുത്തത് ജാസ്മിനാണ്, അല്ലെങ്കിൽ ജാസ്മിൻ്റെ ടോപ്പിക്കാണ് ഏറ്റവും അധികം ചർച്ചയായത്. ബിഗ് ബോസ് ഹിന്ദിയുടെ 10ാമത്തെ സീസണിലോ മറ്റോ ആണ് സ്വാമി ഓം എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടസ്റ്റന്റ് അതിനകത്തുണ്ടായിരുന്നു. പുള്ളി 2021-ൽ 63ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. ഈ സ്വാമി ഓം ഉണ്ടാക്കിയ ഒരു കോണ്ടന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. നിങ്ങൾ പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, കാണാത്തവർ ഒരുപാട് പേർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പോട്ടെ. അപ്പോൾ ബിഗ് ബോസിനകത്ത് പ്രത്യേകിച്ച് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ